ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ആത്മീയം ജനാധിപത്യത്തിൻ്റെ കീഴിലോ, സ്പിരിച്വാലിറ്റി അണ്ടർ ഡെമോക്രസി. ഇതാണ് ഇന്ന് 3 മിനിറ്റ് കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ മോശ ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ 12 പേരെ ദേശം ഒറ്റുനോക്കുവാൻ പറഞ്ഞയക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം 10 പേര് വന്ന് ഇത് ബാഡ് റിപ്പോർട്ടാണ് വന്ന് പറഞ്ഞത്. 2 പേര് യോശുവയും കാലേബും നമുക്കതിനെ കീഴടക്കാൻ പറ്റും എന്ന് മോശയോട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ കീഴിലാണെങ്കിൽ നാം ഈ 10 പേര് പറയുന്നതായിരിക്കും സ്വീകരിക്കുന്നത്. കാര്യം മജോറിറ്റി അവരാണ്. അവർ പറയുന്നത് ശരി എന്ന് നാം വിചാരിക്കും. നമ്മൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 ശമൂവേൽ 8-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ രാജാവിനെ വേണമെന്ന് അവർ പറയുന്നു. 8:5 ഞാൻ വായിക്കുകയാണ്. നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നില്ലാകിയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറയുന്നു. അയൽവക്കക്കാർക്ക് രാജാവുണ്ട്, ഞങ്ങൾക്കും രാജാവ് വേണമെന്ന് പറയുന്നു. 7-ാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവ ശമൂവേലിനോട്, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ധരിച്ചിരിക്കുന്നത്. ദൈവം ഭരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നത്. സഭയിലായാലും ദൈവം ഭരിക്കുക എന്നുള്ളതാണ്. ഈ 8-ാം അധ്യായത്തിൽ തന്നെ 18-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവ രാജാവിൻ്റെ നിമിത്തം. അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിൻ്റെ നിമിത്തം. അപ്പോൾ സ്വതന്ത്രം ദൈവത്തിനത് ഇഷ്ടമല്ലായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. യോവേലിൻ്റെ പുസ്തകത്തിലും മോശയുടെ പുസ്തകം 13-ാം അധ്യായം 11-ാം ഭാഗത്തിലും വായിക്കുന്നത്, എൻ്റെ കോപത്തിൽ ഞാൻ നിനക്ക് രാജാവിനെ തന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. അതെ, സ്വതന്ത്രം. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വരുമ്പോൾ 6-ാം അധ്യായത്തിൽ, അതായത് 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എൻ്റെ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാൻ അവരെ വേലയ്ക്കാക്കാമെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. ആത്മനിയോഗമുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ കീഴിലാണ് സഭകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ടൈറ്റിൽ ഞാൻ പറഞ്ഞത് ആത്മീയം ജനാധിപത്യത്തിൻ്റെ കീഴിലോ, സ്പിരിച്വാലിറ്റി അണ്ടർ ഡെമോക്രസി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സൂപ്രണ്ടിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒക്കെ ഇഷ്ടപ്രകാരം സഭ ഭരിക്കപ്പെടുകയാണ്. ചിന്തിക്കുക. യുവജനത്തെ